നാം ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും തീരുമാനവും അവകാശവുമാണ്. എങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏതൊരു കർമ്മത്തെയും പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് വോട്ട് ചെയ്യൽ. അതില് ധാർമ്മികതയും അധാർമികതയും ഉണ്ട്. സുന്നി സമൂഹത്തിന് പ്രത്യേകിച്ചോ മുസ്ലിം സമുദായത്തിന് പൊതുവിലോ മറ്റേതെങ്കിലും മതക്കാർക്കോ മനുഷ്യർക്കോ പ്രത്യേകമായോ പൊതുവായോ എന്തെങ്കിലും ഉപദ്രവം ആയിത്തീരാവുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യപ്പെടുന്ന കുറ്റകരമായ പ്രവർത്തനമായിരിക്കും. കാരണം അതൊരു അധാർമികമായ തീരുമാനമാണ്. സ്ഥാനാർത്ഥിയായി നിൽക്കുന്നവർ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും മനുഷ്യ സ്നേഹിയാണോ, വിപൽഘട്ടങ്ങളിൽ സഹായഹസ്തവുമായി ഓടിയെത്തുന്ന ആളാണോ, വാഗ്ദാനങ്ങൾ പലതും നൽകിയിട്ടുണ്ട് അതെല്ലാം പാലിക്കുന്ന തരത്തിലുള്ള ആളാണോ, മുസ്ലിം സമൂഹത്തിന് മൊത്തത്തിലോ അല്ലെങ്കിൽ സുന്നി സമൂഹത്തിന് പ്രത്യേകിച്ചോ ഏതെങ്കിലും മതവിഭാഗങ്ങൾക്കോ എന്നു വേണ്ട, നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കുന്ന ഏതെങ്കിലും മനുഷ്യ വിഭാഗത്തിന് തന്നെ ഉപദ്രവകരമായി തീരുന്ന ഏതെങ്കിലും അഴിമതിക്കാരും വർഗീയവാദികളും അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടുനിൽക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹായങ്ങളും നൽകുന്ന കൊലയാളികൾക്ക് സംരക്ഷണം നൽകുന്ന അങ്ങനെ ഉപദ്രവങ്ങളും കൊലപാതകങ്ങളും എല്ലാം നടത്തുമ്പോൾ സകലമാന സുരക്ഷയും വാഗ്ദാനം ചെയ്യുന്ന തരത്തിലുള്ള പാർട്ടിക്കാർക്കും വ്യക്തികൾക്കും വോട്ട് ചെയ്ത് കൊടുക്കരുത്. അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പടച്ച റബ്ബിന്റെ അടുക്കൽ അത് ചോദ്യം ചെയ്യപ്പെടും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. സൂറത്ത് യാസീനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഈ വാക്കിന്റെ പൊരുൾ, ജീവിതകാലത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തു, ആ കർമ്മത്തിന്റെ അനന്തര ഫലമായി അത് മറ്റുള്ളവർ അനുഭവിക്കുകയോ ഏറ്റെടുക്കുകയോ അത് കണ്ട് പ്രവർത്തിക്കുകയോ അനുധാവനം ചെയ്യുകയോ ഉണ്ടായാൽ, അല്ലെങ്കിൽ അതിന്റെ അരുണനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്താൽ, അത് ഖൈറാണെങ്കിൽ അതിന്റെ ഗുണം അവന് ഖബർ ജീവിതത്തിലും പരലോക ജീവിതത്തിലും കിട്ടും. അത് ഷർറാണെങ്കിൽ അതിന്റെ തിക്തഫലവും അതിന്റെ ശിക്ഷയും എല്ലാം ഖബർ ജീവിതത്തിലും പരലോക ജീവിതത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതിനാൽ ജീവിതകാലത്ത് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് വോട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും ധാർമ്മികമായിരിക്കണം എന്ന് നാം ഓരോരുത്തരും നിശ്ചയിക്കുക. പാർട്ടികളെയും മുന്നണികളെയും നോക്കിയിട്ടല്ല വോട്ട് ചെയ്യേണ്ടത്. നാടിനും നാട്ടുകാർക്കും ഉപകാരം ചെയ്യുന്ന വളരെ നല്ലവരായ വ്യക്തികളെ നോക്കിയിട്ട്, വ്യക്തികളുടെ മൂല്യം നോക്കിയിട്ട് വേണം നാം വോട്ട് ചെയ്യാൻ. അതിനാൽ പടച്ച റബ്ബിനോട് സമാധാനം പറയേണ്ടി വരുമെന്ന ബോധം വോട്ടിന്റെ കാര്യത്തിലും എല്ലാവർക്കും ഉണ്ടായിരിക്കണം. പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് എന്ന് ഓരോ സ്ഥാനാർത്ഥികളും മനസ്സിലാക്കുകയും വേണം.